നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ രണ്ടും കൂടി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ചൊല്ലാണത്. ഈ ചൊല്ലിപ്പോൾ ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്നത് കേരളത്തിലെ BJP MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്കാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മന്ത്രിയായി കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിക്ക് പെട്ടെന്നൊരു ബോധോദയമുണ്ടായത്. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള വരുമാനം ഇപ്പോൾ ലഭിക്കുന്നില്ല. തിരിച്ച് സിനിമയിൽ അഭിനയിക്കാൻ പോയാലെന്താ? പിന്നെയും ആലോചിച്ചു, തിരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് മന്ത്രി പണിയും സിനിമാ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോയാൽ പോരെ. അതൊരു നല്ല ഐഡിയ ആണ്. അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനം സ്വയം എടുത്ത ശേഷം അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ പോയി അവതരിപ്പിച്ചു. അവിടെ എന്താണ് നടന്നതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. സുരേഷ് ഗോപി തന്നെ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതായത്, ഒരു 2-3 ദിവസം മുൻപ് സിനിമ അഭിനയം സംബന്ധിച്ച് പുള്ളിക്കാരൻ കുറച്ച് തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സുരേഷ് ഗോപിയെ ആദരിക്കാനായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അതായത്, സിനിമ പാഷനാണെന്നും അഭിനയിക്കാനായില്ലെങ്കിൽ ചത്തുപോകുമെന്നും പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി തുടങ്ങിയത്. ശരിയാണ്, കാരണം സിനിമയിൽ അഭിനയിച്ചു വരുന്ന ഒരു നടന് സിനിമയില്ലാതെ ഒരു ജീവിതം സങ്കല്പിക്കാൻ കഴിയില്ല. സിനിമ ജീവിതചര്യയുടെ ഭാഗമായി മാറിയ നിരവധി നടന്മാർ നമുക്കിടയിലുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ എപ്പോഴും ആ കാര്യങ്ങൾ പറയുന്നവരുമാണ്. കാരണം അവർക്ക് സിനിമാ സെറ്റിനോട് സഹകരിക്കാതെ കുറേ ദിവസങ്ങൾ പിടിച്ചു നിൽക്കാനാവില്ല. ഇക്കാര്യത്തിൽ ഞാൻ സുരേഷ് ഗോപിയോട് വിയോജിക്കും. എത്രയോ നാളുകൾ സുരേഷ് ഗോപി സിനിമയില്ലാതെ നിന്നിട്ടുണ്ട്. 2015 മുതൽ 2020 വരെ സുരേഷ് ഗോപി സിനിമയില്ലാതെ നിന്നു. ഏഷ്യാനെറ്റ് കോടീശ്വരൻ എന്ന പരിപാടി മാത്രം അവതരിപ്പിച്ച്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പുത്തരിയല്ല. എന്നാൽ പൂർണ്ണമായും സിനിമയെ വിട്ട് കളയുന്നതും ശരിയല്ല. കാരണം മലയാളികൾക്ക് കൂടുതലിഷ്ടം രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപിയെ അല്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപിയെ സംഘപരിവാറുകാർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടമില്ല. എന്നാൽ സിനിമാ താരം സുരേഷ് ഗോപിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് സിനിമ വിട്ട് കളയരുത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. ഒറ്റക്കൊമ്മൻ സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടുവെന്നും ചടങ്ങിൽ സംസാരിക്കവേ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇനി എത്ര സിനിമകൾ ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിന് 22ഓളം എണ്ണമുണ്ടെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇക്കാര്യം ഞാൻ അമിത്ഷായോട് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് ഒരു സൈഡിലേക്ക് എടുത്തങ്ങ് കളഞ്ഞു എന്നും സുരേഷ് ഗോപി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ എന്തൊക്കെയായാലും അമിത്ഷാ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും അന്ന് സുരേഷ് ഗോപി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്തുതന്നെയായാലും ഞാൻ സെപ്റ്റംബർ 6 പോരും. ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ എന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ഈ പ്രസംഗത്തിൽ അമിത്ഷായെക്കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. വെറുതെ ഒരു ആവേശത്തിന് കയറി പറഞ്ഞതാണ്. അതാണിപ്പോൾ പ്രശ്നമായത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിൽ സുരേഷ് ഗോപിക്ക് മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കളാണ്. അതായത് സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാർ സുരേഷ് ഗോപിയുടെ ശത്രുക്കളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അമിത്ഷാ വിഷയം അങ്ങ് കേന്ദ്രത്തിൽ അറിയാനും സുരേഷ് ഗോപിയുടെ അഭിനയമുഖത്തിന് തടസ്സം സൃഷ്ടിക്കാനും എങ്ങനെ കഴിഞ്ഞു? അതായത് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി സിനിമയിൽ ഒന്നും അഭിനയിക്കേണ്ട എന്നാണ് കേന്ദ്രം ഇപ്പോൾ പറയുന്നത്. ഇനി അഭിനയിക്കണമെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കാം. പകരം കേരളത്തിൽ നിന്ന് തന്നെ വേറൊരാളെ മന്ത്രിയാക്കാം. ആക്കാമെന്നല്ല, ഉടനെ ആക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതായത് മന്ത്രിസ്ഥാനം പോകും എന്നർത്ഥം. വെറുതെ ഒരു ആവേശത്തിന് കയറി പറഞ്ഞതാണെങ്കിലും ഇത്രത്തോളം പ്രശ്നമുണ്ടാകുമെന്ന് സുരേഷ് ഗോപിയും വിചാരിച്ച് കാണില്ല. എന്തായാലും പണി നൈസായിട്ടല്ല, കുറച്ച് ഹാർഡായിട്ട് തന്നെ പാളിയിട്ടുണ്ട്. പിന്നെ വേറൊരു രീതിയിൽ നോക്കിയാൽ മന്ത്രിസ്ഥാനത്തേക്കാൾ കുറച്ചുകൂടി മെച്ചമായ പണി തന്നെയാണ് അഭിനയം. കാരണം അത്യാവശ്യം നല്ല പ്രതിഫലം മലയാള സിനിമയിൽ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു നടനാണ് സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയായി മാറുമ്പോൾ ലഭിക്കുന്ന ഒട്ടനവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും അഭിനയിക്കുന്ന സിനിമയുടെ ഉത്തരവാദിത്തങ്ങളും കൂടിയാകുമ്പോൾ ഒരിക്കലും നേരായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. തനിക്ക് 22 സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് അമിത്ഷായോട് പറഞ്ഞു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പക്ഷേ അത് സത്യമാകാൻ യാതൊരു വഴിയുമുണ്ടെന്ന് തോന്നുന്നില്ല. അതൊരു തള്ളാകാൻ മാത്രമേ വഴിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 22 സിനിമകൾ തീർക്കാൻ എത്ര ദിവസം സുരേഷ് ഗോപി നീക്കിവെക്കണം? ഇനിയുള്ള 4.5 വർഷം കേന്ദ്രമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും പാർലമെൻറ്റിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ 22 സിനിമകൾ പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 5 വർഷമെങ്കിലും പിടിക്കും. ആ സമയത്ത് പിന്നെങ്ങനെയാണ് ഈ മന്ത്രിപ്പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇനി അതുമല്ല വിഷയം. കുറച്ചുനാൾ മുമ്പ് ഒരു ചെറിയ വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കാനുള്ള പ്രതിഫലം വർദ്ധിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്ത.
അദ്ദേഹത്തിൻ്റെതായി ഒടുവിൽ പുറത്തു വന്ന ഗരുഡൻ തിയേറ്ററുകളിൽ ചലനമുണ്ടാക്കി കടന്നുപോയിരുന്നു. ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലൊക്കെ ചിത്രത്തിന് പോസിറ്റീവായ അഭിപ്രായങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. ഇതിനിടെയാണ് ഗരുഡന്റെ വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. സാധാരണഗതിയിൽ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് 5 കോടി രൂപ പ്രതിഫലമാണ് സുരേഷ് ഗോപി വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഗരുഡൻ വിജയിച്ചതോടെ സുരേഷ് ഗോപി തന്റെ പ്രതിഫലം കുത്തനെ വർദ്ധിപ്പിച്ചു എന്നാണ് വിവരം. 5 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 7 കോടിയാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്. നിലവിൽ എഗ്രിമെൻ്റ് ഒപ്പുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഒഴിച്ച് ഇനി അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് പുതിയ പ്രതിഫല നിരക്കായിരിക്കുമെന്നുള്ള കാര്യവും വാർത്തകളിൽ വ്യക്തമാക്കിയിരുന്നു. ഇനിയാണ് പ്രശ്നം. അതായത് സുരേഷ് ഗോപി പ്രതിഫലം വർദ്ധിപ്പിച്ചതോടെ അദ്ദേഹത്തെ വച്ച് പ്ലാൻ ചെയ്യാനിരുന്ന പല പ്രോജക്റ്റുകളും നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 7 കോടി രൂപയോളം സുരേഷ് ഗോപിക്ക് പ്രതിഫലം നൽകേണ്ടി വരുമ്പോൾ ചിത്രത്തിന് മുതൽ മുടക്ക് ഏകദേശം 15-20 കോടിയാകും. അത്രയും തുക സുരേഷ് ഗോപിയുടെ താരമൂല്യം വെച്ച് തിരിച്ചു ലഭിക്കുക പ്രയാസമാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞാൽ മറ്റൊന്നും സുരേഷ് ഗോപിയുടേതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല എന്നും പറയപ്പെടുന്നു. ഈ പ്രതിഫല വർധനവിൽ തെറ്റില്ലെന്ന വാദമാണ് സുരേഷ് ഗോപിയുടെ അടുപ്പമുള്ളവർ ഉയർത്തുന്നത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും വാങ്ങുന്നതിനേക്കാൾ വളരെ കുറവാണ് സുരേഷ് ഗോപിയുടെ പ്രതിഫലമെന്നും അതുകൊണ്ട് തന്നെ പ്രതിഫല വർധനവ് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ പണ്ട് ആരോ പറഞ്ഞതുപോലെ മോഹൻലാൽ തന്നെ, മമ്മൂട്ടി തന്നെ, സുരേഷ് ഗോപിയും തന്നെ. അല്ലാതെ മോഹൻലാലിനും മമ്മൂട്ടിക്കും പകരം സുരേഷ് ഗോപിക്ക് അവരാകാൻ പറ്റില്ലല്ലോ. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി മാറുകയാണ് എന്ന സംശയം ഇവിടെയാണ് ബലപ്പെടുന്നത്. കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമായിരുന്നു 2024 ജൂൺ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായി BJP ടിക്കറ്റിൽ ഒരു ജനപ്രതിനിധി വിജയിച്ച തീയതി. എന്നാൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം സുരേഷ് ഗോപിക്ക് ലഭിച്ചില്ല. പകരം ലഭിച്ചത് ഒരു സഹമന്ത്രിസ്ഥാനം മാത്രമല്ല ഇപ്പോഴിതാ ആ മന്ത്രിസ്ഥാനത്തിൽ ചില ട്വിസ്റ്റുകൾ കൂടി എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും അത് നഷ്ടപ്പെടാമെന്ന അവസ്ഥ. സംഘപരിവാർ പ്രവർത്തകരെക്കാൾ ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങളാണ്. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഒരാളെ അവർ വിജയിപ്പിച്ചു. പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് വച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നവർ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അതും വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.